വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മച്ചന്മാരെ കുറേ നാളായി നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മെയിൻലി ടൈമിൻ്റെ ഇഷ്യൂ ആണ്, പിന്നെ ഒബ്വിയസ്ലി മടിയുണ്ട് കേട്ടോ. എനിവേ ഇപ്പോൾ 2-3 വീക്സ് ആയിട്ട് ഞാൻ മുംബൈയിലുണ്ട്. മുംബൈയിൽ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇപ്പം ഇന്ന് സൺഡേ ആണ്, സോ ഫുള്ളി ഫ്രീ ആണ്. അപ്പം ഇന്ന് എൻ്റെ 2 ഫ്രണ്ട്സും എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ മുംബൈയിൽ വളരെ റേറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. ഫാഷൻ സ്ട്രീറ്റ് എന്നാണ് എൻ്റെ പേര്. ഓൾമോസ്റ്റ് 385ഓളം ഷോപ്പുകൾ നമുക്കവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ചീപ്പ് റേറ്റ് നമുക്ക് അവിടുന്ന് ഡ്രസ്സ് കിട്ടും. അത്യാവശ്യം നന്നായിട്ട് ബാർഗെയിനിങ് കൂടെ അറിയാവുന്ന ആളാണെങ്കിൽ വളരെ റേറ്റ് കുറച്ച് നമുക്ക് അവിടുന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകാനൊരു പ്ലാനാണ്. അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ അവിടെ കാണിച്ചു തരാമെന്ന് ഞാൻ ഓർത്തു. അവിടുത്തെ റേറ്റ് കാര്യങ്ങൾ, ഡ്രസ്സിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങളെ അവിടെ പരിചയപ്പെടുത്താമെന്ന് ഓർത്തു. ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലോ. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് മാർക്കറ്റിലോട്ട് പോകും. ഞാനിപ്പോൾ ഉള്ളത് മുംബൈയിലെ ബേലാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് 42 കിലോമീറ്റർ ഉണ്ട് ഫാഷൻ സ്ട്രീറ്റിലോട്ട്. ബേലാപൂരിൽ നിന്ന് ലോക്കൽ ട്രെയിൻ കയറിയിട്ട് CST റെയിൽവേ സ്റ്റേഷനിലും അവിടുന്ന് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഇതാണ് ബേലാപൂരിലെ റെയിൽവേ സ്റ്റേഷൻ. 4 ലൈനുള്ള അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണിത്. ഇവിടുന്ന് CSTക്ക് ഇടയ്ക്കിടയ്ക്ക് ലോക്കൽ ട്രെയിൻ അവൈലബിൾ ആണ് കേട്ടോ. 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ബേലാപൂരിൽ നിന്ന് CSTക്ക് ഒരാൾക്ക് 15 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് കേട്ടോ. വലിയ കാര്യത്തിന് ടിക്കറ്റും പൊക്കി പിടിച്ച് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ബേലാപൂരിൽ നിന്ന് CSTക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ബേലാപൂരിൽ നിന്ന് താനേക്കുള്ള ട്രെയിൻ കയറണം. താനേക്കുള്ള ട്രെയിൻ കയറി താനയിൽ നിന്ന് കുർളയ്ക്കുള്ള ട്രെയിൻ കയറണം. അവിടുന്ന് പിന്നെ ദാദർ ഇറങ്ങിയിട്ട് ദാദറിൽ നിന്ന് വേണം നമ്മൾ CSTക്ക് പോകാൻ വേണ്ടി. ഏതായാലും ഇന്ന് നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു താനേക്കുള്ള ട്രെയിൻ കിട്ടാനായിട്ട്. ഇനിയിപ്പോൾ ഈ ട്രെയിൻ കയറി താനയിൽ ഇറങ്ങണം. സൺഡേ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇന്ന് ട്രെയിനിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ 1 മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങളങ്ങനെ താനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് CSTക്ക് ഡയറക്റ്റ് ട്രെയിൻ കിട്ടുമെന്ന് നോക്കണം. കിട്ടിയില്ലെങ്കിൽ ഇനി 2 ട്രെയിനുകളുടെ കൂടി മാറി കയറേണ്ടി വരും. എന്തോ ഭാഗ്യം കൊണ്ട് CSTക്കുള്ള ഡയറക്റ്റ് ട്രെയിൻ കിട്ടിയിട്ടാണ്. പക്ഷെ നല്ല തിരക്കുണ്ട് എന്തായാലും. ഒരു കൊട്ടാരം പോലെ തോന്നിക്കുന്ന ഈ കാണുന്ന കെട്ടിടമാണ് മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജാസ് ടെർമിനസ് അഥവാ CSMT റെയിൽവേ സ്റ്റേഷൻ. CSMT റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ കൂടെയുള്ള സബ്വേ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരുപാട് ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. മൊബൈലിൻ്റെ ആക്സസറീസ് ആയിട്ടും ഇലക്ട്രോണിക് ഐറ്റംസ് ആയിട്ടും പിന്നെ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതല്ല ശരിക്കുമുള്ള ഫാഷൻ മാർക്കറ്റിലുള്ള എൻട്രൻസ്. നമുക്ക് അങ്ങോട്ട് ഇനി ഒരു ഓൾമോസ്റ്റ് ഒരു 1/2 കിലോമീറ്ററോടെ നടക്കാനുണ്ട്. സബ്വേയിൽ നിന്ന് കയറി ഈ വഴിയിലൂടെ ഓൾമോസ്റ്റ് 200 മീറ്റർ മുന്നോട്ട് പോകുമ്പോൾ റൈറ്റിലേക്ക് ഒരു എൻട്രൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന വലിയ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റുള്ള വഴിയാണ് ഫാഷൻ സ്ട്രീറ്റിലുള്ള എൻട്രൻസ്. നമുക്ക് ഈ വഴി കൂടെയാണ് ഫാഷൻ സ്ട്രീറ്റിലോട്ട് പോകേണ്ടത്. ശരിക്കും ഈ മാർക്കറ്റിലുള്ളത് ഈ കാണുന്ന മെയിൻ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള നടപ്പാതയിൽ കൂടെയാണുള്ളത്. പച്ചമരെ അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലെത്തി. ഇനി നമുക്ക് ചുറ്റും കിടന്ന് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കാണാം. മൊത്തത്തിൽ നല്ല രസമുണ്ട് കേട്ടോ മാർക്കറ്റ് കാണാൻ. ഏരിയയൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇവിടെയുള്ളവർ സൂക്ഷിക്കുന്നത്. പിന്നെ ഡ്രസ്സൊക്കെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ആദ്യം കാണുമ്പോൾ തന്നെ മാർക്കറ്റ് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ലൈക്ക് അത്ര നൈസായിട്ടാണ് ഇവിടെയുള്ളവർ ഷോപ്പൊക്കെ അറേഞ്ച് വെച്ചേക്കുന്നത്. टी-शर्ट का रेट कितना है भैया? 300 से स्टार्टिंग है भाई. 300 രൂപ മുതലാണ് അവിടെ ടി-ഷർട്ടിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. റേറ്റിൻ്റെ കാര്യത്തിൽ നല്ലപോലെ സ്കാം നടക്കുന്ന ഏരിയ കേട്ടോ ഇത്. നമ്മൾ ഏത് കടയിൽ കയറി റേറ്റ് ചോദിച്ചാലും അവർ ആദ്യം 1000 മുകളിലായിരിക്കും റേറ്റ് പറയുക. ആ സ്പോട്ടിൽ നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങിക്കണം. അപ്പോൾ കടക്കാർ നമ്മളെ തിരിച്ച് വിളിച്ച് എത്ര തരാൻ പറ്റുമെന്നിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും ലോസ്റ്റ് പ്രൈസ് അവരോട് പറയണം. ലൈക്ക് 150, 200 അങ്ങനെയൊക്കെ അവരോട് പറയണം. അപ്പോൾ കടക്കാർ തരാൻ പറ്റിയില്ല, കാരണം അവർക്ക് ആ റേറ്റിന് മുതലാവില്ല എന്ന് പറയും. എഗെയിൻ നമ്മൾ എന്നാൽ വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങുക. അപ്പോൾ നമ്മളെ വീണ്ടും അവർ തിരിച്ച് വിളിച്ച് പറയും ലാസ്റ്റ് നിങ്ങൾക്ക് എത്ര തരാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെടുത്ത പ്രോഡക്റ്റിന് എത്ര കൊടുത്താൽ നമുക്ക് മുതലാവുമോ ആ റേറ്റ് ഫൈനലെന്ന് പറഞ്ഞ് അവരോട് പറയുക. എന്തായാലും ആ റേറ്റിന് ഉറപ്പായിട്ട് നമുക്ക് സാധനം കിട്ടിയിരിക്കും. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇവിടുന്ന് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാണുന്ന ബോക്സറിനെല്ലാം 150 to 250 കടക്കാർ പറഞ്ഞേക്കുന്ന റേറ്റ്. പക്ഷേ മെയിൻലി നമ്മുടെ ഒരു ബാർഗനിങ് സ്കിൽ അനുസരിച്ചിരിക്കും ഇവിടുത്തെ ഫൈനൽ റേറ്റ്.
നമുക്കിവിടെ നമ്മുടെ സൈസ് അറിയത്തില്ല പോലെ ഒരു അളവെടുത്ത് സൈസ് കറക്റ്റ് സൈസ് നമുക്ക് സെറ്റ് ചെയ്ത് തരും കേട്ടോ. 400-നും 500-നും ഇടയ്ക്കാണ് ഈ കിടക്കുന്ന പാൻസിൻ്റെ ഒക്കെ റേറ്റ് ഒരു പറഞ്ഞേക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാൻറ്റാണ് ഇതൊക്കെ. ഈ കിടക്കുന്ന ഷർട്ടുകളെല്ലാം 400 റേറ്റുള്ള ഷർട്ടുകളാണ് ഇവിടെ കിടക്കുന്നത്. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷർട്ടുകളല്ല ഈ കിടക്കുന്നല്ല. $400 ഒരു ഫസ്റ്റ് പറഞ്ഞ റേറ്റാണ്. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കുറച്ച് 250 റേറ്റ് പറയുന്ന ടീഷർട്ട്സാണ്. ഇതെല്ലാം 250 രൂപയാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇത് നമ്മൾ ഒന്നുകൂടെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ റേറ്റ് കുറച്ച് കിട്ടും. അത്യാവശ്യം ബാർഗെയിൻ ചെയ്യാൻ കഴിവുള്ളവർക്ക് പറ്റിയ മാർക്കറ്റാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷർട്ട്സ്, നല്ല ക്വാളിറ്റിയുള്ള ഷർട്ട്സ് എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ. ലേഡീസിൻ്റെ ഐറ്റംസ് ആണെങ്കിലും ജെൻസിൻ്റെ ഐറ്റംസ് ആണെങ്കിലും കിഡ്സിൻ്റെ ഐറ്റംസ് ആണെങ്കിലും എല്ലാ ടൈപ്സുകളും കിട്ടും. बोलिए कॉस्ट भी आएगा, सीधा पैक करूँगा. खरीदी समझते हैं ना, मुद्दल खरीदी भी आएगा, सीधा पैक करूँगा. फाइनल आखिरी क्या रहेगा आपका भाई? ഈ പാൻറ് നമ്മളോട് 1650 പറഞ്ഞ പാൻറ്റാണ്. ഇതിപ്പോൾ 450 രൂപയ്ക്ക് ഈ പാൻറ് നമുക്ക് തരാമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഒന്നുകൂടെ ഒന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പുള്ളി നമുക്കിത് 300 രൂപയ്ക്കും തരും. നമ്മളിവിടെ ഫൈനൽ റേറ്റ് ഒരിക്കലും ഇവർ പറയുന്ന റേറ്റ് കേട്ട് നമ്മൾ നിൽക്കില്ല ഒരിക്കലും. ജസ്റ്റ് റേറ്റ് പറയുക, അത് കഴിഞ്ഞ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ആ റേറ്റ് പറയുക. ദെൻ നമുക്ക് തരാൻ പറ്റിയാൽ നമ്മൾ ഒന്നും പറയാണ്ട് പതിയെ മാറുക. അവർ പിന്നെ തിരിച്ചു വിളിച്ച് നമുക്ക് റേറ്റ് കുറച്ച് തരും. ഷൂസിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഇവിടെ കാണാനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. 200 രൂപയുടെ ചെരുപ്പുകളോടെ വെച്ചാൽ ലേഡീസിൻ്റെ ചെരുപ്പുകൾ 200 രൂപ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലപോലെ ബാർഗെയിൻ ചെയ്യാൻ അറിയാവുന്നവർക്ക് പറ്റിയ മാർക്കറ്റാണ്. ബാർഗെയിൻ ചെയ്യാൻ പറ്റിയവർക്കാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മാർക്കറ്റ്. ഇതൊക്കെയാണ് ഫാഷൻ മാർക്കറ്റിലെ വിശേഷങ്ങൾ. മാർക്കറ്റ് ലൈക്ക് നമുക്കൊരു 1.5 കിലോമീറ്ററോളം ദൂരം നടക്കാനുണ്ട് മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ. 2 hours നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ള അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഈ മാർക്കറ്റിലുണ്ട്. ഇവിടെ കിഡ്സിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും അങ്ങനെ ഏത് കാറ്റഗറിയുള്ള ആൾക്കാർക്കാണെങ്കിലും പറ്റിയ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം വലിയൊരു ലെങ്തി ആയിട്ടുള്ള മാർക്കറ്റാണ്. ആൻഡ് ഓൾമോസ്റ്റ് 385ഓളം ഷോപ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന പ്രോഡക്റ്റ്സ് ആണെങ്കിലും അത്യാവശ്യം ചീപ്പ് പ്രോഡക്റ്റ്സും ഉണ്ട്, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാർഗെയിനിങ് സ്കിൽ അനുസരിച്ചിരിക്കും നമ്മൾ മേടിക്കുന്ന പ്രോഡക്റ്റിൻ്റെ റേറ്റ്. അപ്പോൾ നല്ലൊരു ബാർഗെയിനിങ് സ്കില്ലുള്ള ഫ്രണ്ടിനെ കൂടെ കൂട്ടുവാണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വെയിറ്റ് ഫോർ അനദർ വീഡിയോ.